നമസ്കാരം. പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തു വെച്ചത് എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം. കാരണം നമ്മെ ബാധിക്കാത്തത് ആയതുകൊണ്ട് പലപ്പോഴും പല ജനങ്ങളും അത് ചിന്തിക്കാറില്ല. പക്ഷേ കേരള സർക്കാരിനൊരു ധൂർത്തുണ്ടായിരുന്നു. ആ കേരള സർക്കാരിൻ്റെ ധൂർത്ത് എന്ന് പറയപ്പെടുന്നത് ഏതൊക്കെ കണക്കുകളിൽ നിന്ന് അറിയണം. ഒന്നാമതായിട്ട് മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചെലവ് 3,71,00,000. 100-ാം ദിവസം ആഘോഷിച്ചത് 2,24,00,000. ഒന്നാം വാർഷിക ചെലവ് 18.6 കോടി രൂപ. 1000 ദിനം ആഘോഷിച്ചത് 10.27 കോടി രൂപ. CPM ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ അവിടെയാണ് എന്തൊക്കെയാണുള്ളത്? അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം വരുത്തിയ ബാധ്യത കേരള സർക്കാർ അത് ഏറ്റെടുക്കുക വഴി റെപ്കോയിൽ 238 കോടി രൂപ, മാർക്കറ്റ് ഫണ്ടിന് 27 കോടി രൂപ, റബ്ബർ മാർക്കിന് 41 കോടി രൂപ, ആകെ 306 കോടി രൂപ. ഇനി ഒരു ശുപാർശ പോലും നടപ്പിലാക്കാത്ത VS അച്യുതാനന്ദൻ്റെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടല്ലോ, അത് 31/12/2019 വരെയുള്ള ചെലവ് എന്ന് പറയപ്പെടുന്നത് 7,13,36,666 രൂപ. ഇനി മറ്റൊന്ന് യുവജന കമ്മീഷനാണ്. യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം മാത്രം മാസം 1 ലക്ഷം രൂപ. കാറും ആനുകൂല്യങ്ങളും അതിന് പുറമെ മിഷൻ കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇവർക്ക് പുറമെ ക്യാബിനറ്റ് പദവിയോടുകൂടി R ബാലകൃഷ്ണപിള്ളയും ചീഫ് വിപ്പും ഒക്കെ ഉണ്ടായിരുന്ന സമയം. ഇനി മറ്റൊന്ന്, മുഖ്യമന്ത്രിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായ 6 ഉപദേശികൾ. ഇവരിൽ പ്രസ് അഡ്വൈസർ പ്രഭാവമ്മയുടെ ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ 93,000, 1,20,000. നിയമോപദേഷ്ടാവ് ജയകുമാറിന് 76,400, 1,15. ഹൈക്കോടതിയിൽ 150 ഗവൺമെൻറ് പ്ലീഡർമാരുള്ളപ്പോൾ ലൈസൻസ് ഓഫീസർ വേലപ്പൻ നായർക്ക് പ്രതിമാസം ചിലവ് 1,14,000. ഇതൊക്കെ ഉണ്ടായിട്ടും സ്പ്രിംഗ്ലറിൽ ബാധിക്കാൻ മുംബൈയിൽ നിന്ന് വക്കീൽ NS നിപ്പനായി നൽകിയത് ലക്ഷങ്ങൾ. ഇനി മറ്റൊന്ന്, കെ വി തോമസിനെ ഡൽഹിയിൽ നിയമിക്കുന്നു. അലവൻസ് അടക്കം പ്രതിമാസം 1,70,75,000 രൂപ പ്രതിഫലം. 8 സഹായികൾ, കാറുകൾ, മറ്റും പ്രതിമാസ ചിലവ് 50 ലക്ഷം. നാടിന് എന്താണ് നേട്ടം? ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ധൂർത്തുകൾ. ഒന്ന്, ഹെലികോപ്റ്ററിൻ്റെ പ്രതിമാസ വാടക 1,64,00,000 രൂപ പ്ലസ് GST. ഇത് ആദ്യത്തെ 20 മണിക്കൂറിന്. കൂടുതലായാൽ മണിക്കൂറിന് 67,926 രൂപ വെച്ച് മണിക്കൂറിന് അധികം തുക. അതിപ്പോൾ വെറുതെ ഇപ്പോൾ വെയിലത്ത് ശംഖുമൊത്ത് കിടക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിദേശയാത്രകൾ 27 എണ്ണം, പലതും കുടുംബസമേതം. കേരളത്തിന് കിട്ടിയ നേട്ടം എന്ത് എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടോ? വ്യക്തമാക്കേണ്ടതല്ലേ? ഇനി പുതിയ ബുള്ളറ്റ് പ്രൂഫ് കാറിന് 1.5 കോടി രൂപ. നിലവിൽ 4 എണ്ണമുണ്ട്. ഇതൊക്കെ മാത്രമാണോ? നമുക്കറിയാമല്ലോ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള മട്ടന്നൂരെ ഷുഹൈബിനെ കൊന്ന കേസ്. ആ കൊന്ന കേസിൽ CPM-കാരെ രക്ഷിക്കാൻ വേണ്ടി വക്കീലിനെ കൊണ്ടുവന്ന് എത്ര ലക്ഷം രൂപയ്ക്കാണെന്നറിയാമോ? 86 ലക്ഷം രൂപയ്ക്ക്. മറ്റൊന്ന്, പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള കൃപേഷ്, ശരത് ലാൽ, അവരെ കൊന്നതിനും CPM നേതാക്കൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടായപ്പോൾ CBI അന്വേഷണം അട്ടിമറിക്കുവാൻ വേണ്ടി 45 ലക്ഷം രൂപ. അരിയിൽ ഷുക്കൂറിൻ്റെ കേസ് അട്ടിമറിക്കുവാൻ ചിലവിട്ട ലക്ഷങ്ങൾ. അത് ഇതിനൊക്കെ പുറമെയാണ് വരുന്നത്. ഇനിയുമുണ്ട് പറഞ്ഞു തീർക്കുവാൻ. സർവീസിൽ നിന്ന് വിരമിച്ച് പോയിട്ടുള്ള ഇഷ്ടക്കാരുണ്ട്, അവരെ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ചിലവായതും കോടികളാണ്. കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം മാസശമ്പളം 3,32,750. ചീഫ് പ്രോജക്ട് എക്സാമിനർ വിജയദാസിന് 2,78,300 രൂപ. ഇങ്ങനെ കോടികൾ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പരിപാലനത്തിന് 9 പേർ, മാസശമ്പളം ഒരാൾക്ക് 54,014 രൂപ. മന്ത്രിമാരുടെ ചികിത്സാ ചെലവുകൾ അത് പറയാനേ കഴിയില്ല, അത്രത്തോളം. എന്നാലും ഒരു ഉദാഹരണം ഞാൻ പറയാം. ധനമന്ത്രി കോട്ടയ്ക്കൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നടത്തിയ വക മരുന്ന് 20,990 രൂപ, മുറി വാടക 79,200 രൂപ, തോർത്ത് 195 രൂപ, തലയണ 250 രൂപ. ചിലർ വാങ്ങിയ കണ്ണാടിയുടെ വിലയും ഇന്നോവയ്ക്ക് വാങ്ങിയ ടയറുകളുടെ വിലയും അടക്കം പറയാതിരിക്കാൻ കഴിയില്ല. ADB-യിൽ നിന്ന് പ്രളയാനന്തരം റീബിൽഡ് കേരളയ്ക്കായി ലഭിച്ചിട്ടുള്ള 1,780 കോടി രൂപ വകമാറ്റുന്നു. കളമശ്ശേരിയിൽ മാത്രം പ്രളയ ഫണ്ട് തട്ടിപ്പ് 20 ലക്ഷം രൂപ. ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളും തങ്ങളെ കൊണ്ടാവുന്നത് പോലെ വെട്ടിപ്പ് നടത്തുന്നു. സഖാക്കന്മാരുടെ കൊള്ള എന്ന് പറയപ്പെടുന്ന നിർബാധം അരങ്ങേറുമ്പോൾ പ്രളയ ധനസഹായം കിട്ടാതെ ആത്മഹത്യ ചെയ്തവർ വരെ നിരവധി. പ്രളയ ഫണ്ടിൽ ചിലവഴിച്ചത് 30% താഴെ, ബാക്കി മുഴുവൻ വകമാറ്റി ചിലവഴിക്കുന്നു. ഓക്കി ഫണ്ട് വരെ തദൈവയാകുന്നു. 14 ജില്ലകളിലെയും സാംസ്കാരിക നിലയങ്ങളുടെയും നവോത്ഥാന സമുച്ചയത്തിൻ്റെ 700 കോടിയും കേരള സഭാകാളിൻ്റെ 17 കോടിയും നവോത്ഥാന മതിലിൻ്റെ 50 കോടിയും ഒക്കെ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. 2 DGP പദവി ഉണ്ടാക്കിയെടുത്ത് 12 DG പദവി ഉണ്ടാക്കിയെടുക്കുന്നു. ഇനിയുമുണ്ട്. ന്യൂസ് ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന നാം മുന്നോട്ട് പരിപാടിക്ക് പ്രതിവർഷം 6.37 കോടി രൂപയും 5 വർഷത്തേക്ക് 31.85 കോടി രൂപയും ചിലവ്. ഈ പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിൻ്റെ നിർമ്മാണം പാർട്ടി ചാനലിലാണ്. അവർക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. ഒരു എപ്പിസോഡിന് 2.25 ലക്ഷം രൂപ എന്ന നിരക്കിൽ. ഒരു വർഷം പാർട്ടി ചാനലിന് എപ്പിസോഡ് നിർമ്മാണത്തിന് നൽകുന്നത് 1,17 ലക്ഷം രൂപ. 5 വർഷത്തേക്ക് 5,85 ലക്ഷം രൂപ. സംപ്രേഷണം ചെയ്യുന്ന വകയിൽ വേറെയും വരുമാനം ചാനൽ ഉണ്ടാക്കുന്നുണ്ട്, ലഭിക്കുന്നുമുണ്ട്. ഏറ്റവും മുൻനിര ചാനലിന് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് സംപ്രേഷണം ചെയ്യാൻ കൊടുക്കേണ്ടത് 1.25 ലക്ഷം രൂപ. ചില ചാനലുകൾ അതിലും കുറഞ്ഞ തുകയ്ക്കാണ് സംപ്രേഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്.
ശരാശരി 1 ലക്ഷം രൂപ വെച്ച് ഒരാഴ്ച സംപ്രേഷണ ചെലവ് കൂട്ടിയാൽ 12 ന്യൂസ് ചാനലുകൾക്ക് 10 ലക്ഷം രൂപ നൽകണം. 52 ആഴ്ചത്തേക്ക് 5.2 കോടി രൂപ, 5 വർഷത്തേക്ക് 26 കോടി രൂപ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് PRDയും CDTയും ചേർന്ന് നിർമ്മിച്ച് ദൂരദർശനിൽ സാമ്പത്തിക ബാധ്യതകളില്ലാതെ സംപ്രേഷണം ചെയ്ത പരിപാടിയാണ് ഇന്ന് കോടികളുടെ ഇടപാടിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിനും സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾക്കും പുറം കരാർ നൽകിയിരിക്കുന്നത് 4.23 കോടി രൂപയ്ക്ക്. KV തോമസിനെ കൂടാതെ സർക്കാർ ക്യാബിനറ്റ് റാങ്ക് നൽകിയ 5 പേർ വൻ സാമ്പത്തിക ബാധ്യതയാണ്. അതിലൊന്ന് മുന്നാക്ക കോർപ്പറേഷൻ ചെയർമാൻ, VS അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ, K രാജൻ ചീഫ് വിപ്പ്, അഡ്വക്കേറ്റ് ജനറൽ CP സുധാകർ പ്രസാദ് എന്നിവർക്കുള്ള ക്യാബിനറ്റ് റാങ്ക് പദവി. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് ഔദ്യോഗിക പദ്ധതി, ജീവനക്കാർ, വാഹനം, TA, DA, ചികിത്സാ ചെലവ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏറെ. ഒരു ക്യാബിനറ്റ് റാങ്കുകാരന് പ്രതിമാസം ശരാശരി 12 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. ഒരു വർഷം 1,44,00,000 രൂപ, 5 പേർക്ക് 8.64 കോടി രൂപ പ്രതിവർഷ ചെലവാണ്. ഇനി പറയൂ, ആരാണ് മടക്കി കൊടുക്കേണ്ടത്? സർക്കാരിൻ്റെ ദൂർത്തും കൊള്ളയും കെടുകാര്യസ്ഥതയുമല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്? നമ്മുടെ നികുതിപ്പണം. ആ നികുതിപ്പണമല്ലേ ഇങ്ങനെ കൊള്ളയടിക്കുന്നത്? അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ സാധാരണ പൗരനുണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകരുത്. ഇപ്പോൾ ഇതാ നവകേരള ദൂർത്ത്. കേരളം കടുത്ത ദൂർത്തിലും കടക്കണിയിലും പെട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാർ ഇങ്ങനെ സംസ്ഥാനം ഭരിച്ചു മുടിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്കുകൾ നിരത്തി നിങ്ങളോട് സംവദിക്കാൻ വന്നത്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചെലവിൻ്റെയോ അല്ലെങ്കിൽ 100-ാം ദിവസം ആഘോഷത്തിൻ്റെയോ അല്ലെങ്കിൽ 1-ാം വാർഷികം ചിലവ് അടക്കമുള്ള കാര്യങ്ങളോ 1000 ദിനം ആഘോഷത്തിൻ്റെതോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ എത്ര കോടി രൂപയുടെ ചിലവുകളാണ് വരുന്നതെന്ന് നോക്കിക്കോ. 3,71,00,000 രൂപയ്ക്ക് മന്ത്രിസഭയുടെ പ്രതിജ്ഞാ ചെലവ്. ശരി, നടക്കട്ടെ. 100-ാം ദിവസം ആഘോഷിക്കുന്നത് 2,24,00,000 രൂപയ്ക്ക്. 1-ാം വാർഷികം ആഘോഷിക്കുന്നത് 18.6 കോടി രൂപയ്ക്ക്. 1000 ദിനം ആഘോഷിക്കുന്നത് 10.27 കോടി രൂപയ്ക്ക്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോടികൾ ചിലവഴിക്കുന്നതെന്ന് പറയുക? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കോടി? എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് പറയുക? നിങ്ങൾ കാണിക്കുന്ന ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കും നിങ്ങളുടെ ധൂർത്തിനുമൊക്കെ ഞങ്ങൾ കൈയയച്ച് സഹായിക്കുന്ന കരം തന്നെ വേണമെന്ന് അവകാശപ്പെടുന്നത്, വാശി പിടിക്കുന്നത് തെറ്റല്ലേ പിണറായി? അങ്ങനെ ചെയ്തു കൂട്ടുന്നത് ശരിയാണ് എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് തോന്നുന്നുണ്ടോ? പാവപ്പെട്ടവൻ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന പണത്തിന് നികുതി പണമാക്കി നിങ്ങൾക്ക് നൽകുമ്പോൾ ആ നികുതി പണം ധൂർത്തടിച്ച് കളിക്കുവാൻ ഉള്ളതല്ല എന്ന് വിശ്വസിക്കുവാൻ അതിൽ ഒരു തരിമ്പ് മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും ഒരുത്തൻ MLA ആയിട്ടോ മന്ത്രിയായിട്ടോ ഉണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ കോടികൾ പൊടിച്ചു കളയുമ്പോൾ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി പറയേണ്ടതല്ലേ ഇങ്ങനെ നമ്മൾ കട്ടുമുടിക്കരുത്, ധൂർത്ത് നടത്തരുത് എന്ന്? അത് ചെയ്യുന്നില്ല. എന്തിന്? ആർക്ക് വേണ്ടിയിട്ട്? ഇനിയുമുണ്ട്. അച്യുതാനന്ദൻ ഒരു ശുപാർശ പോലും നടപ്പിലാക്കാത്ത VS അച്യുതാനന്ദനെ കൊണ്ടിരുത്തിയിട്ട് ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് നിയോഗിച്ചിരിക്കുന്നു. 2019 വരെയുള്ള ചിലവാകട്ടോ ഞാൻ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അനങ്ങിയിട്ടില്ലല്ലോ, അദ്ദേഹം വയസ്സായിപ്പോയി, അതിൻ്റെ ചില അസ്കിതകളൊക്കെ ഉണ്ട് താൻ. എന്തായാലും ആ സമയം വരെ 7,13,36,666 രൂപ എന്ത് നേടി ഈ 7 കോടി രൂപ അല്ലെങ്കിൽ 8 കോടി രൂപ ചിലവഴിച്ചിട്ട്? ഒരു അക്ഷരം മിണ്ടാതെ പിണറായി പറയുന്നത് കേൾക്കുകയും അത് കേൾക്കുന്നുണ്ടോ തന്നെ അറിയാതിരിക്കുകയും ചെയ്ത അച്യുതാനന്ദന് കൊടുത്തതാണ്. അല്ലെങ്കിൽ ആ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന സംവിധാനം ഉണ്ടാക്കിയെടുത്തതാണ്. ആരുടെ പണം? ഞങ്ങളുടെ പണം, നികുതി പണം. ഇനിയുമുണ്ട്. മുഖ്യമന്ത്രിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് 6 ഉപദേശികൾ ഉണ്ടാകുന്നു. ഒരു ഉപദേശിയെ കൊണ്ട് തന്നെ നമുക്ക് സംസ്ഥാനം ഭരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ 6 ഉപദേശികൾ എന്ന് പറയപ്പെടുന്നത്? അവരിൽ ഓരോരുത്തരുടെയും ചിലവ് എന്ന് പറയപ്പെടുന്നത് പ്രസ് അഡ്വൈസറായുള്ള പ്രഭാവർമ്മയ്ക്ക് 93,000 മുതൽ 1,20,000 രൂപ വരെയാണ് ചിലവ്. നിയമ ഉപദേഷ്ടാവായിട്ടുള്ള ജയകുമാറിന് കൊടുക്കുന്ന 77,400 രൂപ മുതൽ 1,15,000 രൂപ ചിലവ്. ശമ്പളമാണ്. ഹൈക്കോടതിയിൽ 150 ഗവൺമെൻറ് പ്ലീഡർമാർ ഉള്ളപ്പോഴാണ് ലൈസൺ ഓഫീസറായിട്ട് വേലപ്പൻ നായരെ കൊണ്ടുവരുന്നു. ലൈസൺ ഓഫീസറായിട്ട് പ്രതിമാസ ചിലവ് 1,14,000 രൂപ. എന്നിട്ട് പോലും അന്ന് സ്പ്രിംഗ്ലർ കേസുണ്ടായപ്പോൾ വാദിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളതാണ് വേറൊരു കണക്ക്. അതിന് ലക്ഷങ്ങൾ വേറെ കൊടുത്തു. സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ വെച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതാണ് അത്. ഇതൊക്കെ ആരുടെ പണം? ആരുടെ പണം? കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം എടുത്തിട്ടാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ നടത്തുന്നത്, ധൂർത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഡൽഹിയിലൊരു മഹാൻ എവിടെ നിന്ന് അയച്ചു? KV തോമസ്. അലവൻസ് അടക്കം പ്രതിമാസം 1,70,75,000 രൂപ കൊടുക്കുന്നു. കൂടാതെ 8 സഹായികളൊക്കെ അദ്ദേഹത്തിനുണ്ട്, കാറുകളുണ്ട്, മറ്റ് പ്രതിമാസ ചിലവുകളുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 50 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. നാടിന് എന്ത് നേട്ടമുണ്ടാക്കി ഈ KV തോമസ് എന്ന് പറയണ്ടേ?
അതായത് ഒരേ സമയം കോൺഗ്രസിനോടൊപ്പം നടക്കുകയും അവരിൽ നിന്ന് ലഭിക്കാവുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തതിനു ശേഷം ആ പാർട്ടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസത്തിൽ വന്ന് വലിയ സോഷ്യലിസം പ്രസംഗിക്കുന്ന തരത്തിലേക്ക് എത്തി. അതിനുശേഷം ലഭിക്കുന്നത് 1,75,000 രൂപയുടെ ശമ്പളമാണ്. വളരെ കുറഞ്ഞ തുക. ഇത്രയും തുച്ഛമായ തുകയൊക്കെ ശമ്പളം വാങ്ങി എന്ത് നേട്ടമാണ് കേരളത്തിന് വേണ്ടി അദ്ദേഹം അങ്ങ് ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നത് എന്ന് കൂടി അറിയിച്ചാൽ നന്നായിരുന്നു. ഇനി ഒരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, ഞാനത് പറഞ്ഞല്ലോ. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിലാണെങ്കിൽ 1,64,00,000 രൂപയും ഒപ്പം GSTയും അടയ്ക്കണം. ഇനി അതിനകത്ത് അത് ആദ്യത്തെ 20 മണിക്കൂറിനാണ് ഈ ചെലവ്. അത് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂറിനും 67,926 രൂപ വെച്ച് മണിക്കൂറിന് നമ്മൾ അധികമായിട്ട് തുക ചിലവഴിക്കേണ്ടി വരും. അതിപ്പോൾ ഇവിടെയൊന്നുമില്ല, അതിവിടെ വെയിലത്ത് കിടപ്പുണ്ട് ശംഖുമുഖത്ത്. അപ്പോൾ ഇങ്ങനെ പിന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരും നടത്തിയ വിദേശ യാത്രകൾ, ഇത് മാത്രമല്ല പുതിയൊരു ബുള്ളറ്റ് പ്രൂഫ് കാർ 4 എണ്ണം ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ആരാ വെടിവെച്ച് കൊല്ലാൻ പോകുന്നത്? ബുള്ളറ്റ് പ്രൂഫ് കാർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് 1.5 കോടി രൂപയാണ് ഒരു കാറിന്. ഇനി ഇതൊന്നും പറയണ്ട, യൂത്ത് കോൺഗ്രസ്സുകാരെ കൊന്നതിന് അത് CPM പ്രവർത്തകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 86 ലക്ഷം രൂപ, അത് ഷുഹൈബിനെ കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മറ്റൊന്ന് കൃപേഷും ശരത് ലാലിനെയും കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് CPM നേതാക്കൾക്കെതിരെ CBI അന്വേഷണം വന്നപ്പോൾ 45 ലക്ഷം രൂപ. മറ്റൊന്ന് അരിയിൽ ഷുക്കൂറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചത് ലക്ഷങ്ങൾ. ഇതൊന്നും കൂടാതെ സർവീസിൽ നിന്ന് വിരമിച്ച് പുറത്തു പോകുന്നവരെ കൂടി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇടപാട്. അതായത് ഇഷ്ടക്കാരെ തിരിച്ചു കൊണ്ടുവന്നവർക്ക് ഏകദേശം 3,32,750 രൂപ ശമ്പളം കൊടുത്ത് കൊണ്ടുവരുത്താൻ പറ്റുന്ന കിഫ്ബിയുടെ CEO ആയിട്ട് മാറ്റുന്ന ഡോക്ടർ KM എബ്രഹാം. ഇവിടെ സാധാരണക്കാരന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല. അപ്പോഴാണ് 3,33,000 കൊടുത്ത് സ്വന്തം അനുയായികളെ അല്ലെങ്കിൽ ഇഷ്ടക്കാരെ കൊണ്ട് വീണ്ടും പ്രതിഷ്ഠിക്കുന്നത് ഈ സർക്കാർ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പരിപാലനത്തിന്, മന്ത്രിമാരുടെ ചികിത്സാ ചെലവുകൾ, അതൊന്നും പറയാതിരിക്കുക നല്ലത്. കണ്ണട അടക്കം വാങ്ങുന്നതിന്, കൂടാതെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലുള്ള ചിലവുകളടക്കം, അങ്ങനെ ചിലവുള്ള മന്ത്രിമാരടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ആരുടെ പണം? നമ്മുടെ പണം. നമ്മുടെ പണം വെച്ചാൽ നമ്മൾ കരമടയ്ക്കുന്ന പണം. ഇനി പ്രളയാനന്തര റീബിൽഡ് കേരളയ്ക്കായി 1,780 രൂപ കൊടുത്തിരുന്നതിന് അതിന് വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. ഏത് കേസിലാണ്, ഏത് കാര്യത്തിലാണ് വകമാറ്റി ചെലവഴിക്കൽ നടക്കാത്തതായിട്ട് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത്? എല്ലാ സംവിധാനങ്ങളും വകമാറ്റി ചെലവഴിക്കൽ മാത്രമായി മാറുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. 2 DGP പദവി ഉണ്ടാകേണ്ടിടത്ത് 12 DGP പദവി ഉണ്ടാകുന്നു. എത്രമാത്രം രൂപയുടെ നഷ്ടമുണ്ടാകുന്നു അതിലൂടെ? ഇങ്ങനെ പലതരത്തിലുള്ള, ഞാൻ ഇതിനകത്ത് നടന്ന ക്രമക്കേടുകൾ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അത് നിരവധി ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് അറിയാവുന്ന, ചിലപ്പോൾ സമൂഹം ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ പ്രതിമാസം കോടിക്കണക്കിന് രൂപ ധൂർത്തിൻ്റെ പേരിൽ മാത്രം മുന്നോട്ട് പോകുന്നു. ധൂർത്തായി മാത്രം കളയുന്നതിന് മന്ത്രിമാരുടെ ചിലവുകൾ, ചികിത്സാ ചിലവുകൾ, അവരുടെ യാത്രകൾ, അവരുടെ വിദേശ യാത്രകൾ എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള ചിലവുകൾക്ക് ഇനി ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തുന്നവർ അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികളിൽ ചിലവഴിക്കുന്നത്, വക്കീലന്മാർക്ക് ഫീസായിട്ട് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കോടികൾ ചിലവഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി പറയേണ്ടത് നമ്മൾ ഒറ്റ കാര്യമാണ്. മുണ്ട് മുറുക്കി ഉടുക്കേണ്ടത് ആരാണ് എന്ന് പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം ഇവിടെ സർക്കാരിൻ്റെ ധൂർത്തും കൊള്ളയും കെടുകാര്യസ്ഥതയുമാണ് നടക്കുന്നത്. എന്നിട്ടും പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന്. നിങ്ങളാദ്യം ഭരിക്കാൻ പഠിക്കൂ. ഈ ജനങ്ങളെ കൊള്ളയടിച്ച് ആ പണം കൊണ്ട് സുഖിക്കാൻ പഠിക്കുന്നതിനപ്പുറം ജനങ്ങളെ ഭരിക്കാൻ പഠിക്കൂ, ജനങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കൂ. എന്നിട്ട് അവരെ ഇങ്ങനെ എരുതിയിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കൂ. അവരടയ്ക്കുന്ന, സാധാരണക്കാരൻ അടയ്ക്കുന്ന ഈ കരമെടുത്ത്, നികുതി പണമെടുത്ത് കൊള്ളയടിക്കാതെ, ധൂർത്തടിക്കാതെ, ആഘോഷിക്കാതെ ജനങ്ങളെ മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കൂ. അത് നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ 8 വർഷമായി ഈ കേരളത്തെ ഭരിച്ചു മുടിക്കുകയായിരുന്നു. ഇനിയുള്ള 2 വർഷം കൂടി അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നാവൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഭരിച്ചു മുടിക്കൂ.